ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസത്തിലെ ഒരു വ്ളോഗൊക്കെ ആയിട്ട് നമുക്കൊന്നൊരു ഈവനിങ് വാക്കിന് പോയാലോ? അപ്പോൾ പോയിട്ട് വരാട്ടോ. ഈവനിങ് വാക്കിന് പോകണമെങ്കിൽ ഈവനിങ് ആണല്ലോ. അപ്പോൾ നമ്മളൊരു 5:45 ആയപ്പോൾ അവിടെ പോയി. ഞങ്ങളൊപ്പം വരണം എന്ന് പറഞ്ഞപ്പോൾ ചൂടായതിനെ അവളങ്ങനെ തെറ്റിക്കിടക്കണം. അപ്പോൾ നമ്മളിതാ നമ്മുടെ വാക്ക് നടക്കുന്നു. എന്ത് വാക്ക് നടക്കുന്നു എന്നോ? ഞാൻ ഉദ്ദേശം നമ്മൾ നടന്നു പോകുന്നു എന്നാട്ടോ. എല്ലാ പ്രാവശ്യവും വാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കില്ല ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മളൊന്ന് ലിഫ്റ്റ് അടിച്ചു. അങ്ങനെ ലിഫ്റ്റ് അടിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഫൈനലി വി ഹാവ് അറൈവ്ഡ് അറ്റ് അവർ ഡെസ്റ്റിനേഷൻ ഓൺ അവർ ജേർണി. നമ്മൾ കഷ്ടപ്പെട്ട് ഈവനിങ് വാക്ക് അടിച്ച് വന്നത്, ലിഫ്റ്റ് അടിച്ച് വന്നത് എങ്ങോട്ടാണെന്ന വിചാരം? ഈ കാണുന്ന സ്ഥലത്തേക്കാണ്. ഇതാണ് ഞങ്ങളുടെ ഓർമ്മകൾ ഓടിക്കളിക്കുന്ന സ്വന്തം തറ. ഈ പോണ ആളല്ല കേട്ടോ, അവിടെയുള്ള സംഭവമാണ് പറഞ്ഞത്. ഈ സാധനം ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചേനല്ലേ? എനിക്ക് തോന്നി. നട്ടുച്ചയ്ക്ക് നീ വഴിക്കേ വരാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ ഓംലേറ്റ് ആയി പോകും. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള പഞ്ചായത്ത് വയ്പ്പാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു കൊണ്ടുള്ള ആകെ ഉപകാരം എന്ന് പറഞ്ഞാൽ കുറച്ച് കാറ്റ് കിട്ടും. എന്നാൽ നല്ല വെയിൽ കൊണ്ട് പോകുമ്പോൾ ഇത്തിരി കാറ്റ് ഇട്ട് വെച്ചാൽ അപ്പോൾ കാറ്റ് പോയിട്ടൊരു സൗണ്ട് പോലും ഉണ്ടാവില്ല. പിന്നെ ഈ ചക്ക വിറ്റിട്ട് വേണം നമുക്ക് ഈ വീട് കയറാൻ. എനിക്ക് എന്താ അറിയില്ല, എൻ്റെ ഫോണിൽ എത്ര സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാലും ആകാശം നല്ല ചന്തത്ത് കണ്ടാൽ ഞാൻ അപ്പം വീഡിയോ എടുക്കും. ഇതൊരു അസുഖമാണോ? പിന്നെ ഞങ്ങൾക്ക് വല്ല കോലോ വടിയോ എന്തെങ്കിലും കിട്ടിയാൽ മതി. അപ്പം ഞങ്ങൾ ഭയങ്കര ജീനിയസ് ആയിരിക്കും. ശുഭം. പിന്നെ ഈ കാണുന്നതാണ് 100 കൊല്ലം മുമ്പ് രാമഭദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ താമസിച്ചിട്ടുള്ള സ്ഥലം. മൂപ്പേർക്കാണെങ്കിൽ പച്ചപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പുല്ല് കൃഷി നടത്തുകയാണ് ഇവിടെ. കുറച്ച് വെയിലുകൊണ്ട് ഉണങ്ങിപ്പോയി, അത് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇതൊന്നും കേട്ട് ഞങ്ങളെ കൊച്ചാക്കാൻ നിൽക്കണ്ട. ഈ കാണുന്നതാണ് ഞങ്ങളുടെ സ്വന്തം വോളിബോൾ കോർട്ട്. പിന്നെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ സൂര്യേട്ട ഉറങ്ങാൻ പോയി. അപ്പോഴാണ് ചിലർക്ക് ബോധോദയം വന്നിട്ട് ഓരോ പണികൾ ചെയ്യുന്നത്. അത് വിചാരിച്ച് ഇഷ്ടത്തൊന്നുമല്ല, കണ്ണൊക്കെ കാണും. കാരണം സൂര്യേട്ട നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടേ. പിന്നെ അവര് പണിയെടുത്ത് ക്ഷീണിച്ചതുകൊണ്ടും ഞാൻ വെറുതെ നടന്ന് ക്ഷീണിച്ചതുകൊണ്ടും ഞങ്ങളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. അപ്പോഴും ചൂടിന് കുറവൊന്നുമില്ല. അപ്പോൾ ഒരാൾ ഇതാ ഫ്രണ്ട്സിന്മേൽ ലാസ്റ്റ് മോഹൻലാൽ ഇരിക്കണ പോലെ ഇരിക്കണു. അധികം ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. ഫ്രണ്ട്സിൽ മോഹൻലാലല്ല ജയസൂര്യ എന്നൊക്കെ എനിക്കറിയാം. ഈ ചൂടത്ത് കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷെ നല്ലൊന്ന് നട്ടുച്ചയ്ക്ക് നല്ലൊന്ന് തിളച്ച പാൽച്ചായ കുടിക്കാൻ ഞങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് യാത്രയായി. ഓക്കെ, ബൈ, ടാറ്റാ.